ജസ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റാണ്. വാഹനത്തിൻ്റെ ബ്ലോവർ ഫാൻ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജ് കുറയും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അതിനകത്ത് ചോദിച്ചിരിക്കുന്നൊരു സംശയമാണ്, അതെങ്ങനെ? കാരണം ഇതുപോലെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് പണ്ട് ഞാൻ മാരുതി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതാരും കാണാൻ മെനക്കെട്ട് കാണത്തില്ല. കാരണം 10-45 മിനിറ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ STT എല്ലാം കണക്ട് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള റീഡിങ്സ് ഉൾപ്പെടെയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഏതായാലും അത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. ഇപ്പം ഞാൻ ഈ വാഹനം ഓടിക്കുന്നത് ഏകദേശം 2 സ്പീഡിലാണ്. അതായത് ബ്ലോവർ ഫാൻ്റെ സ്പീഡ് 2-ലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. അപ്പം ഞാൻ 1 അല്ലെങ്കിൽ 2 എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഓണാക്കി ഒരു 5 മിനിറ്റ് ഇട്ടേക്കുക. ഫുൾ സ്പീഡിലോ ഫസ്റ്റ് സ്പീഡിലോ നിങ്ങളുടെ ഇഷ്ടം. വാഹനത്തിനകം ഒന്ന് തണുത്തതിന് ശേഷം ഫസ്റ്റ് സ്പീഡിലോട്ട് കൊണ്ടിടുക, ഫസ്റ്റ് സ്പീഡ്. അതിനുശേഷം വാഹനത്തിൻ്റെ AC കംപ്രസർ എത്ര തവണ കട്ട് ഓഫ് ആകുന്നുണ്ടെന്ന് നോക്കുക. അതായത് AC കംപ്രസർ മിക്കവാറും 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കട്ട് ഓഫ് ആവും. ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് വരെ അത് കട്ട് ഓഫ് ആയിരിക്കും. ചില കേസിൽ 1 മിനിറ്റ് വരെ കട്ട് ഓഫ് ആയിരിക്കും. ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ബ്ലോവർ ഫാൻ്റെ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ 2 എന്നുള്ളത് 4 അല്ലെങ്കിൽ ഫുള്ളിലോട്ട് വരുന്ന സമയത്ത് ഈ AC കംപ്രസറിൻ്റെ കട്ട് ഓഫിങ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു 3 മിനിറ്റോളം വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഒന്ന് കട്ട് ഓഫ് ചെയ്യുന്നത്. ആ കട്ട് ഓഫ് ആയി കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു 3ാമത്തെ സെക്കൻഡിലാവും പിന്നെയും റീസ്റ്റാർട്ടാവും AC കംപ്രസർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ലോഡ് അവിടെ എൻജിൻ ലോഡ് കംപ്രസർ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? വാഹനത്തിൻ്റെ AC സ്പീഡ് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ സിംഗിളായിട്ടാണ്, അതായത് ഒരാൾ മാത്രമാണ് ഒരു വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഈ 2 AC വെൻറ്റുകളും ഈ 2 സൈഡിലെ AC വെൻറ്റുകളും നമ്മുടെ സൈഡിലോട്ട് വെക്കുക. ഇപ്പുറത്തത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇത് ഓഫ് ചെയ്യുക. അത് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതും ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഈ 2 AC വെൻറ്റ് ഓണാക്കി ഫസ്റ്റ് സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫ്യൂവൽ എഫിഷ്യൻസി നിങ്ങൾക്ക് വാഹനത്തിൽ കിട്ടുന്നതായിരിക്കും. പക്ഷേ വാഹനത്തിനകത്ത് ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ, അതായത് ബാക്കിലും ഫ്രണ്ടിലും ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വെൻറ്റുകൾ, അതായത് സെൻറ്റർ വെൻറ്റുകൾ എപ്പോഴും ബാക്കിലോട്ട് തന്നെ പൊസിഷൻ ചെയ്ത് വെക്കുക. ബാക്കിൽ AC വെൻറ്റ് ഇല്ലാത്ത വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബാക്കിലോട്ട് വെക്കുക. ഈ സൈഡിലുള്ളത് നേരെ ബാക്കിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഹനത്തിനകം കൂളാകുന്നതായിരിക്കും. അങ്ങനെ വാഹനത്തിനകം കൂളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് മൊത്തം ഈ പറയുന്ന പോലെ കൂളിംഗ് ആകുകയും ചെയ്യും. ഫസ്റ്റ് സ്പീഡിൽ തന്നെ മാക്സിമം അല്ലെങ്കിൽ സെക്കൻഡ് സ്പീഡിൽ മാക്സിമം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഫാൻ്റെ സ്പീഡ് 1-ലിട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ AC കംപ്രസർ എത്ര തവണ കട്ട് ഓഫ് ആകുന്നുണ്ടെന്നുള്ള ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കുക. എന്നിട്ട് എനിക്കൊരു കമൻറ്റും കൂടി ഇട്ടേക്കുക. കാരണം നിങ്ങൾക്കത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി കിട്ടിയോ എന്നുള്ളത്, അതായത് ജസ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റാണ്. മറക്കാതെ ചെയ്തിട്ടൊന്ന് കമൻറ്റിലും കൂടെ ഇട്ടേക്കുക.